സിസ്റ്ററിന് സ്നാനപ്പെടാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അപേക്ഷ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാത യാമത്ര നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ ദേശത്ത് പാർത്ത് അങ്ങനെ സുവിശേഷം വിളംബരം ചെയ്ത് കർത്താവെ അനേകരെ അവരുടെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ഈ ദേശത്ത് ആക്കി വെച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവെ അവിടുത്തെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയ ലിജു സഹോദരനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ അവിടുത്തെ കൽപ്പന അനുസരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്ത് കർത്താവെ അതിന്റെ അപേക്ഷയുമായിട്ടാണല്ലോ അടിയങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്ന് ആ അപേക്ഷ സ്വീകരിക്കണം. തന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അടുത്തുള്ള ആറ്റിലേക്ക് പോയിട്ട് അവിടെ സ്നാന ശുശ്രൂഷ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ. അവിടുത്തെ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവ്. എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് ആസ്വദിക്കുന്നു. യേശുവിന്റെ ഒരു നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ലിജു സഹോദരന് തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാനും സ്നാനപ്പെടുവാനുള്ള തന്റെ ആഗ്രഹം സഭയെ അറിയിക്കുവാനുള്ള അവസരം നൽകുകയാണ്. പ്രിയ ലിജു സഹോദരൻ മുൻപോട്ട് ഇപ്പോൾ കടന്നു വന്ന് ഇപ്പോൾ തന്റെ സാക്ഷ്യത്തെ അറിയിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ വിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലിജു. ഞാൻ കോമല്ലൂർ സ്വദേശിയാണ്. ഞാനൊരു CSI വിശ്വാസിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കടന്നു വരികയും ഈ ദൈവദാസനിലൂടെ വിശേഷം ശ്രമിക്കുകയും അതെൻ്റെ ഹൃദയത്തിൽ മാനസാന്തരം ഉളവാക്കുകയും ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ വചനം പഠിച്ചപ്പോൾ വെള്ളത്തിൽ മുങ്ങിയുള്ള ജ്ഞാനമെന്ന കൽപ്പന, യേശുവിന്റെ കൽപ്പന ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനിടയായി. ഞാൻ ദൈവദാസനോട് ചോദിച്ചു, എന്നെ സ്നാനപ്പെടുത്താമോ എന്ന്. അദ്ദേഹം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഇന്ന് രാവിലെ സ്നാനപ്പെടുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലിജു സഹോദരൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രിയപ്പെട്ടവൻ ദൈവമായ കർത്താവ് അവിടുത്തെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട അവിടുത്തെ കർത്താവെ രക്ഷകാവായി സ്വീകരിച്ചുവല്ലോ. തന്റെ കഴിഞ്ഞകാല പാപജീവിതങ്ങളെല്ലാം അവിടുത്തോടെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് കർത്താവെ ഇന്ന് അവിടുത്തെ കൽപ്പനയാകുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. അവിടുന്ന് ഓരോ ശുശ്രൂഷയെയും അനുഗ്രഹിക്കുന്നതിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആറ്റിലേക്ക് പോയി അവിടെ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ കർത്താവേ സ്തോത്രം. ഈ പ്രിയ മകനോട് കൂടെ ഉണ്ടായിരിക്കണമേ, ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കണമേ ദൈവമായ കർത്താവ്. ശുശ്രൂഷയിലുടനീളം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവെ. ഒരു ദോഷവും തട്ടാതെ കാത്തുകൊള്ളണമേ കർത്താവ്. ഞങ്ങൾ ഈ സഹോദരനെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവ്. പ്രാർത്ഥന കേട്ടുകൾ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പൊതുവെ നാമത്തിൽ തന്നെ. നാരീതാ വരും നാരീതാ വരും സുരക്ഷകനിലയോ നാരീതാ വരും നാരീതാ വരും സുരക്ഷകനിലയോ പരമോന്നതൻ സ്നാനിൽ യോർദാനാറ്റിങ്കൽ വരുന്നു പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു അരിതാ വരുന്നരിതാ വരും നിശുരക്ഷകനല്ലയോ അരിതാ വരുന്നരിതാ വരും നിശുരക്ഷകനല്ലയോ
മഹാപരിശുദ്ധനാദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവിടുത്തെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ ലിജു സഹോദരനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്നാനം നടക്കുന്ന ഈ സ്ഥലവും കർത്താവെ, ഇതിന് ചുറ്റുമുള്ള ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത് കാരണം ഇതിന്റെ അയൽവക്കത്തുള്ളവരും ഇവിടെയുള്ള സ്ഥാപനങ്ങളും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനായിട്ട് കർത്താവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹിച്ചിരിക്കാൻ അവിടുത്തെ സ്തുതിക്കും ദൈവമായ കർത്താവ്. ഇതിന്റെ അന്ത്യം വരെയും ദൈവമായ കർത്താവ് അവിടുത്തെ കരുതലും കാവലും ഞങ്ങൾ കൂടെയുള്ള നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ലിജു സഹോദരനെ ദൈവനാമത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. നാരീതാ വരും, നാരീതാ വരും, യേശുരക്ഷകനല്ലയോ. നാരീതാ വരും, നാരീതാ വരും, യേശുരക്ഷകനല്ലയോ. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. Then Jesus came and spoke to them, saying, All authority has been given to me in heaven and on earth. Go therefore and make disciples of all the nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, teaching them to observe all things that I have commanded you, and I am with you always, even to the end of the ages. Amen. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. സ്വർഗീയ ഉന്നതങ്ങളെ വെടിഞ്ഞ് താണലോകത്തേക്ക് ഇറങ്ങി വന്ന് ലോകത്തിന്റെ പാപപരിഹാരത്തിനായി കാൽവരി കുരിശിന്മേൽ സ്വയം യാഗമായി അർപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ ഉന്നതങ്ങളിലേക്ക് കരേറിപ്പോയി അവിടെ ഇപ്പോൾ നമുക്ക് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയും വേഗം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാനായി വരുവാനുള്ളവനുമായ യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുന്നുവോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി താങ്കൾ അംഗീകരിച്ചിരിക്കുന്നുവോ? യേശു ക്രിസ്തു ദൈവപുത്രനും പൂർണ്ണ ദൈവവും മനുഷ്യപുത്രനും ഈ ലോകത്തിന്റെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കപ്പെട്ടവനും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് എഴുന്നേൽപ്പിച്ചവനും ആണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുവോ? താങ്കളുടെ വായിൽ നിന്ന് വന്ന സാക്ഷ്യവും യേശു ക്രിസ്തുവിന്റെ കൽപ്പനയും സൈഹിക നടപടികളും ആധാരമാക്കി ഞാൻ ലിജു എന്ന താങ്കളെ ഈ വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് ഏറ്റെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൽപ്പന അനുസരിച്ചത് മൂലം കർത്താവേ, ഈ ദിവസങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ മേൽ പകർന്ന് അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. പ്രിയ ലിജു സഹോദര, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ താങ്കൾ ജീവ കിരീടം പ്രാപിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് ചെയ്ത വലിയ നന്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ അവിടെ നേരിട്ടിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചുറ്റുമുള്ള ഭവനങ്ങളെ, സ്ഥാപനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടികൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ കൂടെയും ഇന്ന് സ്നാനപ്പെട്ട പ്രിയ ലിജു സഹോദരനോട് കൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുവാനാകട്ടെ. ആമീൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിൽ ജയം. പ്രിയ ലിജു പി സോളമൻ സഹോദരൻ ഇന്ന് യേശു കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങി സ്നാനപ്പെട്ട വിവരം ഞാൻ എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു. ആയതിന്റെ റെക്കോർഡായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കൈമാറുകയാണ്. ലിജു സഹോദരൻ മുമ്പോട്ട് വന്നാട്ടെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം മാത്രം പറയാനുള്ളത്, വിശ്വസ്തയോടെ, ദൈവത്തോട് വിശ്വസ്തയോടെ മരണം വരെയും ദൈവത്തോട് വിശ്വസ്തയോടെ ആയിരിക്കുക. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, വചനം പഠിക്കുക, ഉപദേശങ്ങൾ പഠിക്കുക. അപ്പോൾ തന്നെ ആരാധനയ്ക്കായിട്ട് ഒരു വസ്തുത മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാത്ത ഒരു കൂട്ടായ്മയിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകരുത്. എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥന ക്രമങ്ങളും ആരാധനാ ക്രമങ്ങളും വെച്ച് മനുഷ്യനെ ആരാധിപ്പിക്കുന്ന ഒരു ആരാധനാ കൂട്ടായ്മയിലും പോകരുത്. അവിടെ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം.